കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുള്ളത് എത്ര ഭാഗ്യകരമായ കാര്യമാണ്. हमारे ऊपर प्रभु की उपस्थिति हमारे साथ होना कितना आशीषित बात है। ഇന്ന് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. मत्ती का सुसमाचार 3रा अध्याय उसका 15वां वचन पढ़कर हम शुरुआत करते हैं। ഇത് കർത്താവിന്റെ സ്നാന സമയമാണിത്. ये यीशु मसीह का बपतिस्मा का समय है। യോഹന്നാനാൽ യേശു കർത്താവ് സ്നാനമേൽക്കുവാനായി വന്നിരിക്കുന്നു. प्रभु यीशु मसीह यूहन्ना के हाथ से बपतिस्मा लेने के लिए आ पहुंचा है। മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 15-ാം വാക്യത്തില് യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവൻ സമ്മതിച്ചു. യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. वो वचन पढ़े 15, 16 और 17। यीशु ने उसको यह उत्तर दिया कि अब तो ऐसा ही होने दे, क्योंकि हमें इसी रीति से सब धार्मिकता को पूरा करना उचित है। तब उसने उसकी बात मान ली और यीशु बपतिस्मा लेकर तुरंत पानी में से ऊपर आया और देखो उसके लिए आकाश खुल गया और उसने परमेश्वर की आत्मा को कबूतर की नाई उतरते और अपने ऊपर आते देखा। और देखो ये आकाशवाणी हुई कि यह मेरा प्रिय पुत्र है जिससे मैं अत्यंत प्रसन्न हूँ। ഇവിടെ വെള്ളത്തിൽ നിന്നും സ്നാനമേറ്റ് കയറി വരുന്നവനായ ക്രിസ്തുവേശു, അതുപോലെ തന്നെ ക്രിസ്തുവേശുവിന്റെ മേൽ ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങുന്നു. സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ ശബ്ദവും. तो हम इधर अभी ये 3 बातें देखते हैं, जिधर यीशु मसीह वो पानी से बपतिस्मा लेकर आ रहा है और इधर ये जो हमने दो कबूतर को देखा जो उनके ऊपर आया है, पवित्र आत्मा के परमेश्वर के आत्मा को कबूतर की नाई उतरते हुए अपने ऊपर देखा। और तीसरी बात जो है वो आकाशवाणी हुई, ये मेरा प्रिय पुत्र, ये स्वर्ग खुला हुआ। ये 3 बातें हम देखते हैं। ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് എബ്രായ ലേഖനത്തിലും ഒരു വാക്യമുണ്ട്. 9-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തു. अभी इधर देखते इब्रानियों 9:14 में पढ़े 9:14। तो मसीह का लहू जिसने अपने आप को सनातन आत्मा के द्वारा परमेश्वर के सामने निर्दोष चढ़ाया, तुम्हारे विवेक को मरे हुए कामों से क्यों ना शुद्ध करेगा, ताकि तुम जीवित परमेश्वर की सेवा करो। ഇവിടെ സ്നാനമാണ് വിഷയമെങ്കിലും അതിന്റെ അടിസ്ഥാനം ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനമാണ്. तो इधर बपतिस्मा है विषय है, तो भी इधर नींव बात यह है कि प्रभु यीशु मसीह का मृत्यु और उसका पुनरुत्थान। ക്രിസ്തുവിന്റെ മരണത്തിൽ അതെ യേശു കർത്താവ് മാത്രമല്ല, അവിടെ പിതാവിന്റെ സാന്നിധ്യവും അതുപോലെ തന്നെ ദൈവാത്മാവിന്റെ പ്രവർത്തനവും ഉണ്ടായിരുന്നു. उधर यीशु मसीह के बपतिस्मा के समय में पिता का उपस्थिति और आत्मा का जो कार्य है ये भी उधर चल रहा है। അപ്പോൾ കർത്താവ് ഇവിടെ സ്നാനമേറ്റപ്പോഴാണ് സ്വർഗത്തിൽ നിന്നും ശബ്ദമുണ്ടായത്, പിതാവിന്റെ ശബ്ദമുണ്ടായത്. तो इधर जब यीशु मसीह बपतिस्मा हुआ तभी स्वर्ग खुला और एक आवाज आकाशवाणी हुई। അപ്പോൾ ദൈവത്തിന് വളരെ പ്രസാദകരമായ ഒരു സംഭവമായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നാന സമയം. और परमेश्वर के नजरों में ये प्रभु यीशु मसीह का जो बपतिस्मा जो है वो उनके लिए बहुत ही प्रसन्न बात हुआ है। കർത്താവ് എന്തിനാണ് സ്നാനമേറ്റത്? यीशु मसीह ऐसा क्यों
ഓക്കെ. അപ്പോൾ यीशु मसीह ऐसे क्यों बपतिस्मा हुआ, अगर कोई कारण पूछे तो കർത്താവ് തന്റെ സ്നാനത്തിലൂടെ ഒരു കാര്യം വിളിച്ചറിയിക്കുകയാണ്, ഞാൻ മനുഷ്യവർഗത്തിനു വേണ്ടി മരിക്കുവാനും പുനരുത്ഥാനം ചെയ്യുവാനും വന്നവനാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ അന്തർലീനമായിരുന്നത്. तो ये प्रभु यीशु मसीह के ये बपतिस्मा से वो ये दिखाना चाहता था कि मैं इधर मरने के लिए और पुनरुत्थान, तीसरे दिन पुनरुत्थान प्राप्त आने के लिए मैं आया हूँ. അപ്പോൾ സ്നാനവും ക്രിസ്തുയേശുവിന്റെ മരണ പുനരുത്ഥാനവും കൂടെ വളരെ ബന്ധപ്പെട്ടതാണ്. तो उनका ये जो बपतिस्मा जो है और मृत्यु और पुनरुत्थान के विषय में जो बातें हैं बहुत ही नजदीकी करीबी रिश्ता रखता है. ദൈവത്തിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ പുത്രനിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിന്റെ പ്രവർത്തനവും സ്വാധീനവും ഉണ്ടായിരിക്കണമെന്ന്. और ये परमेश्वर बहुत चाहत रखता था कि जो लोग उस पर विश्वास करते हैं वो लोगों के ऊपर यीशु मसीह का मृत्यु और पुनरुत्थान का हावी हुए. കർത്താവ് ഇവിടെ സ്നാനപ്പെട്ടെങ്കിലും പിന്നീട് കർത്താവ് പറയുന്നുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 50-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, യേശു കർത്താവ് പറയുകയാണ്, എനിക്കിനി ഒരു സ്നാനം ഏൽക്കാനുണ്ട് എന്ന്. लूका का सुसमाचार 12वां अध्याय उसका 50वां वाक्य में हम देखते हैं, मुझे तो एक बपतिस्मा लेना. അതെന്താണ്? ഒരു സ്നാനം ഏറ്റതിന് ശേഷം വീണ്ടും ഒരു സ്നാനം ഏൽക്കുന്ന കാര്യം പറയുന്നത്? അത് മറ്റൊന്നുമല്ല, കർത്താവ് താൻ സഹിപ്പാനുള്ള ക്രൂശ് മരണത്തെ കുറിച്ചും താൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ചുമാണ് പറഞ്ഞത്. देखो इधर जब भी प्रभु कहता है मुझे तो एक बपतिस्मा लेना है करके कहते वक्त, ये तो बपतिस्मा हो चुका है यीशु मसीह का, लेकिन फिर भी ऐसा क्यों कह रहा है इधर? ये वो उद्देश्य पे कह रहा है कि मुझे एक बपतिस्मा लेना है, मतलब मुझे एक दुख उठाना पड़ेगा, कष्ट सहना पड़ेगा, एक मृत्यु होना जरूरी है और उसके बाद मैं पुनरुत्थान होऊंगा. ये बात होने वाली है, इसके लिए उस विषय को ध्यान में रखते हुए इधर कहा है. ദൈവത്തിന് എല്ലാ കാലത്തും ഉള്ള ഒരു ആഗ്രഹമാണ് തന്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും അവന്റെ മരണത്തിലേക്ക് ആദ്യം വരണം, മരണത്തിലേക്ക് വന്ന് വിശ്വസിക്കണം എന്നുള്ളതാണ്. परमेश्वर का बहुत बड़ा इच्छा था कि जो लोग यीशु मसीह को विश्वास करते हैं वो पहले उसका मृत्यु को विश्वास करे और पहला आए. ഇതിന്റെ ഒരു നിഴലാണ് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പെസഹ കുഞ്ഞാടിന്റെ കാര്യത്തെ കുറിച്ച് യഹോവയായ ദൈവം പറയുമ്പോൾ അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. उधर हम जब फिसोन का मेमने के विषय में जब निर्गमन के पुस्तक 12वां अध्याय में कहते वक्त हमें एक बात ध्यान रखना है. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം ഇങ്ങനെയാണ്, ഈ കാര്യം നീയും പുത്രന്മാരും ഒരു നിത്യ നിയമമായി ആചരിക്കണം. 12 का 24 में हम देखते हैं, पढ़े, फिर तुम इस विधि को अपने और अपने वंश के लिए सदा की विधि जानकर माना करो. 25-ാം വാക്യം, യഹോവ അരുളി ചെയ്തതുപോലെ നിങ്ങൾക്ക് തരുവാനിരിക്കുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം നിങ്ങൾ ഈ കർമ്മം ആചരിക്കണം. ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ മിസ്രൈമ്യരെ ദണ്ഡിപ്പിക്കയിൽ മിസ്രൈമിൽ ഉണ്ടായിരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞു കടന്നു നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹായാഗമാകുന്നു ഇതെന്ന് നിങ്ങൾ പറയണം. वचन 26-27 सब पढ़े, 25-26-27 पढ़े. और जब तुम्हारे लड़के वाले तुमसे पूछे कि इस काम से तुम्हारा क्या मतलब है, तब तुम उनको यह उत्तर देना कि यहोवा ने जो मिस्रियों को मारने के समय मिस्र में रहने वाले हम इस्राएलियों के घरों को छोड़कर हमारे घरों को बचाया, इसी कारण उसके फसल का यह बलिदान किया जाता है. तब लोगों ने सिर झुकाकर दंडवत की. ഓക്കെ, അപ്പോൾ
യഹോവയായ ദൈവത്തിന്റെ ഉള്ളങ്ങളിലെ ആഗ്രഹം ആ പെസഹ അന്ന് മാത്രമല്ല പിന്നീട് ജീവിച്ചിരിക്കുന്നവർക്കും പ്രയോജനകരമായി തീരണം എന്നുള്ളതാണ്. तो परमेश्वर का ये इच्छा था कि वो फिसोन का ये जो मेमना जो है वो उसी समय के लिए सीमित ना रहे, लेकिन जो जीवित होने जो जी रहे और जो जीवित होंगे वो लोगों के विषय में भी ये फिसोन का मेमना महत्वपूर्ण होना चाहिए, प्रभु का आग्रह. ഇനി 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യവും ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മനാളായിരിക്കണം, നിങ്ങളത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം, തലമുറ തലമുറയായും നിത്യ നിയമമായും നിങ്ങളത് ആചരിക്കണം. 15-ാം വാക്യം, 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം, 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം, 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ചു കളയണം. तो हम 13, 14, 15 सब पढ़े. और वह दिन तुमको स्मरण दिलाने वाला ठहरेगा और तुम उसको यहोवा के लिए पर्व करके मानना. वह दिन तुम्हारी पीढ़ियों में सदा की विधि जानकर पर्व माना जाए. 7 दिन तक अखमीरी रोटी खाया करना. उनमें से पहले ही दिन अपने अपने घर में से कमीर उठा डालना, परंतु जो पहले दिन से लेकर 7वें दिन तक कोई कमीर वस्तु खाए वह प्राणी इस्राएलियों में से नाश किया जाए. ഒരു വിശേഷത, പെസഹ ഒരു ദിവസവും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ 7 ദിവസവുമാണ്. तो इधर एक खास बात ये है कि फिसोन एक दिन और जो खमीरी रोटी का जो पर्व है वो 7 दिन है करके हम देखते हैं. പെസഹ ഒരു വിശ്വാസിയുടെ രക്ഷയെ കുറിച്ചും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളുകൾ ക്രിസ്തുവിൽ വിശ്വസിച്ചതിന് ശേഷമുള്ള ജീവിതത്തെയും കാണിക്കുന്നതാണ്. तो ये जो फिसोन का जो मेमना है वो उद्धार के विषय में, और अखमीरी रोटी का जो पर्व जो है वो अदे എന്താണെങ്കില് സെക്കൻഡ് പാർട്ട്. രണ്ടാമത്തെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയ 7 ദിവസം യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തെയും കാണിക്കുന്നതാണ്. तो यीशु मसीह पर विश्वास करने वाला एक विश्वासी का जीवन को बताता है ये अखमीरी रोटी का ये 7 दिन का पर्व. അപ്പോൾ യേശു കർത്താവിന്റെ സ്നാനവും അതുപോലെ വരുവാനുള്ള തലമുറയെ കുറിച്ച് ദൈവത്തിന് പ്രത്യേക ചിന്തയുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. तो यीशु मसीह का बपतिस्मा और जो आने वाले लोगों का जो उद्धार है वो बहुत ही महत्वपूर्ण था. തന്റെ മരണത്തിന് മുൻപേ സ്നാനമേൽക്കുന്നതിലൂടെ കർത്താവ് തന്റെ മരണപുനരുത്ഥാനത്തെയാണ് പ്രഖ്യാപിച്ചത്. उनके मृत्यु के पहले जो उनका बपतिस्मा जो उन्होंने लिया था वो यीशु मसीह का मृत्यु और पुनरुत्थान को दिखाता था. അപ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവരിലെല്ലാം ഈ മരണപുനരുത്ഥാനത്തിന്റെ പ്രവർത്തനവും സ്വാധീനവും പരിണിത ഫലവും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. तो वो परमेश्वर का आग्रह था कि जो लोग उस पर विश्वास करते हैं तो उन पर यीशु मसीह का मृत्यु और पुनरुत्थान का परिणाम उन पर भी हो जाए. അപ്പോൾ ദൈവത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വരുവാനുള്ള തലമുറയെ കുറിച്ച് കൂടി കരുതിക്കൊണ്ടായിരുന്നു. तो यीशु मसीह का जो भी कार्य था वो आने वाले जो पीढ़ियों को भी ध्यान में रखते हुए था. ഭക്തന്മാരുടെയൊക്കെയും ജീവിതവും പ്രവർത്തനങ്ങളും എപ്പോഴും വരുവാനുള്ള തലമുറയെ കുറിച്ച് കൂടി കരുതിക്കൊണ്ടായിരുന്നു. तो भक्तों का उनका भी जो जीवन का जो बातें थी वो भी जो आने वाले पीढ़ियों में जो भी भक्तों का जो भी जीवन है वो जीवन को ध्यान में रखते हुए था. പഴയ നിയമത്തിലെ ഒരു ഉദാഹരണമായിട്ട് 71-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും. पुराने नियम में 71 भजन संगीता में हम ऐसे पढ़ते हैं. 7-ാം വാക്യം, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു. वचन 7 पढ़े. मैं बहुतों के लिए चमत्कार बना हूँ, परंतु तू मेरा दृढ़ शरण स्थान है. ഇനി 18-ാം വാക്യം, ദൈവമേ അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും
വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ. वचन 18, इसलिए हे परमेश्वर, जब मैं बूढ़ा हो जाऊं और मेरे बाल पक जाए, तब भी तू मुझे न छोड़, जब तक मैं आने वाली पीढ़ी के लोगों को तेरा बाहुबल और सब उत्पन्न होने वालों को तेरा पराक्रम सुनाऊं. ദൈവത്തിന് എപ്പോഴും അതെ, ദൈവത്തിനും അതുപോലെ ദൈവഭക്തന്മാർക്കും ഉള്ള ഒരു പ്രത്യേകതയാണ് വരുവാനുള്ള തലമുറയെ കുറിച്ചുള്ളതായ കരുതൽ. तो ये परमेश्वर का ये बहुत बड़ा खास एक बात यह है कि आने वाली पीढ़ियों के लोगों के लिए एक बहुत बड़ा एक प्रभु कुछ वो लोगों के लिए संभाले रखा है. അബ്രഹാമിന്റെ വീട്ടില് യാഗപീഠം ഉണ്ടായിരുന്നു. तो अब्राहम के घर में वेदी था. അത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. उत्पत्ति का पुस्तक उसका 12वां अध्याय हम पढ़ते वक्त हम उधर देखते हैं. അബ്രഹാം പോയിടത്തൊക്കെയും യാഗപീഠം ഉണ്ടായിരുന്നു. अब्राहम जो जो स्थानों में गया वो सारे स्थानों में वेदी था. അതായത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലാണ് അത് കാണുന്നത്. तो उत्पत्ति का पुस्तक 12वां अध्याय उसके 8वां वचन में हम वो देखते हैं. അപ്പോൾ തന്റെ പിതാവ് ദൈവത്തിന്റെ യാഗത്തെയും യാഗപീഠത്തെയും കുറിച്ച് കരുതുന്നവനാണ്, അതിനെ പ്രത്യേകമായി അതിനെ മാനിക്കുന്നവനാണെന്ന് ഇസ്ഹാക്ക് കണ്ടു. तो ये इसहाक ये देख लिया कि उनका जो पिता जो है वो खास रूप में परमेश्वर का वेदियों को ज्यादा अहमियत देता है. അതുകൊണ്ടാണ് അവനെ ഇസ്ഹാക്കും അബ്രഹാമും കൂടെ മോറിയ മലയിൽ ചെന്നപ്പോൾ ഇസ്ഹാക്ക് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പാ, അതെ, നമുക്ക് അതെ തീയുണ്ട്, കത്തിയുണ്ട്, കുഞ്ഞാടെവിടെ, ആടെവിടെ എന്നാണ് ചോദിക്കുന്നത്. और इधर जब भी मोरिया पर्वत में जब भी वेदी में जब भी वो परमेश्वर का बलिदान करने के लिए जब भी अब्राहम और इसहाक जाते वक्त इसहाक कहता है कि अपा हमारे पास तो आग है और हमारे पास तो चाकू भी है, लेकिन वध करने वाला मेमना कहाँ? അപ്പോൾ ദൈവത്തിന്റെ യാഗത്തെ കുറിച്ച് ദൈവത്തിന് ആരാധനയായി അർപ്പിക്കുന്ന യാഗത്തെ കുറിച്ച് ഇസ്ഹാക്കും വളരെ ശ്രദ്ധയുള്ളവനായിരുന്നു. तो परमेश्वर का वेदी में जो भी चढ़ाया हुआ जो भी बातें थी, वस्तुएं थी, वो वस्तुओं को जो भी वो वस्तुओं का अहमियत और कीमत जो है वो इसहाक को भी पता था. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 7-ാം വാക്യത്തിലാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്ന മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. हम देखते हैं इसहाक ने अपने पिता अब्राहम से कहा, हे मेरे पिता. उसने कहा, हे मेरे पुत्र, क्या बात है? उसने कहा, देख आग और लकड़ी तो है, पर होम बलि के लिए भेंट कहाँ है? ഓക്കെ, അപ്പോൾ അപ്പന്മാര് ചെയ്യുന്നത് എന്തും മക്കളിൽ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. तो जो पिता जो करते हैं वो बच्चों में वो बहुत बड़ा एक उसका जो परछाई है, जो रिफ्लेक्शन है वो आता है. എന്നാൽ നമുക്കറിയാം ലോത്തിന്റെ ഭവനത്തിൽ യാഗപീഠം ഉണ്ടായിരുന്നില്ല. लेकिन हम देखते हैं लूत के भवन में एक वेदी नहीं था. ലോത്തിന്റെ മക്കൾക്ക് അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തെക്കുറിച്ചോ ദൈവഹിതപ്രകാരം ജീവിക്കുന്നതിനെ കുറിച്ചോ ദൈവ വഴിയെക്കുറിച്ചോ യാതൊരു ബോധവും ഇല്ലായിരുന്നു എന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. बाद में हम देखते हैं परमेश्वर का मार्ग और परमेश्वर का इच्छा और परमेश्वर का क्या योजना है, ये सारे बातों में कोई भी दिलचस्पी नहीं रखते थे लूत और लूत का कुटुंब. आने वाले जो वाक्यों में हम ये देखते हैं. ഓക്കെ, അപ്പോൾ ഇസ്ഹാക്കിനെ നയിച്ചത് യാഗമായിരുന്നു എന്ന് വെച്ചാൽ വരുവാനിരിക്കുന്ന ക്രിസ്തുവിന്റെ മരണത്തിന്റെ നിഴലായിരുന്നു എന്ന് നമുക്കറിയാം.
और हम देखते हैं कि आने वाला मसीह का ये बहुत बड़ा बलिदान का एक परछाई था इधर जो हुआ करके हम देखते हैं। ഇങ്ങനെ ദൈവത്തെ അനുസരിക്കുന്ന അല്ലെങ്കിൽ യാഗം ചെയ്ത് ദൈവത്തോട് നിയമം ചെയ്ത ഒരു തലമുറയെ കുറിച്ചാണ് യഹോവയായ ദൈവം പറയുന്നുണ്ട് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ. निर्गमन के पुस्तक उसका 12वां अध्याय वचन 9 में हम देखते हैं, നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും എന്ന് ദൈവിക നിയമങ്ങളെ അനുസരിക്കുന്നവരെ കുറിച്ച് യഹോവയായ ദൈവം പറയുന്നുണ്ട്. तो यहोवा परमेश्वर ये देख നമ്മളെ വചനം ഏതാന്ന് പറയാം? പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. 19 है, 19 पढ़े. तुम मेरी दृष्टि में याजकों का राज्य और पवित्र जाति ठहरोगे, जो बातें तुझे इस्राएलियों से कहनी है वे यही है. അതുകൊണ്ടാണ് ഈ ജനത്തെ കുറിച്ച് അല്ലെങ്കിൽ ദൈവിക നിയമത്തെ അനുസരിച്ച് നടന്നവരെ കുറിച്ചാണ് യഹോവയായ ദൈവം പറയുന്നത്, ഞാൻ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെയും ദൈവമാണ്. और परमेश्वर का ये नियम को जो पालन करता है और उसका सेविकाई को जो पालन करता है, उस लोगों को देखकर परमेश्वर ये कहता है कि मैं अब्राहम और इसहाक और याकूब का परमेश्वर. ഇങ്ങനെ പറയുമ്പോൾ ഈ കാര്യം പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ടതാണെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. और ऐसे कहते वक्त हम देखते हैं कि ये जो बात है पुनरुत्थान के विषय से ये बहुत बड़ा रिश्ता रखता है करके मत्ती का सुसमाचार 12वां अध्याय में हम देखते हैं. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 22 का अध्याय में हम देखते हैं. അവിടെ പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടര് നമ്മുടെ യേശു കർത്താവിനെ വളരെ പുച്ഛമായി കർത്താവിനോട് സംസാരിക്കുന്നു. पुनरुत्थान नहीं है करके ऐसे बोलने वाले कुछ लोग उधर आकर यीशु मसीह से बात करते हैं करके हम देखते हैं. അപ്പോൾ ദൈവം അവര് ഒരു കെട്ടുകഥയും ചമച്ചു. और उसके लिए कुछ बहाने भी वे लोग उधर बनाए. അപ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ദൈവം മരിച്ചവരുടെ ദൈവമല്ല, അവൻ ജീവനുള്ളവരുടെ ദൈവമാണെന്ന്. उधर यीशु मसीह यूं कहता है कि परमेश्वर जो है वो मरे हुए का परमेश्वर नहीं लेकिन जीवित परमेश्वर. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാകുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു, എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. 32 पढ़े. कि मैं इब्राहिम का परमेश्वर और इसहाक का परमेश्वर और याकूब का परमेश्वर हूँ, वह तो मरे हुओं का नहीं परंतु जीवितों का परमेश्वर है. അപ്പോൾ പഴയ നിയമത്തിൽ പലർക്കും പുനരുത്ഥാനത്തെ കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നു എന്ന് മനസ്സിലാകുന്നു. तो इससे ये साबित होता है कि पुराने नियम में जो पुनरुत्थान के विषय में लोगों को इतना अधिक जानकारी नहीं. കർത്താവിന്റെ കൂടെ നടന്ന പത്രോസിനും വേണ്ടത്ര ധാരണ ഉണ്ടായിരുന്നില്ല. और ये इसका जानकारी जो है यीशु मसीह के साथ चलने वाला पत्रोस को भी नहीं. ആരംഭത്തിൽ, അതായത് കർത്താവ് തനിക്ക് സംഭവിക്കാൻ പോകുന്ന മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ പത്രോസിന് മനസ്സിലായില്ല എന്ന് തന്റെ വാക്കുകളിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. शुरुआत में जब इसका सेविका में जब पत्रोस जुड़ गया था, तभी यीशु मसीह का जो आने वाले दुख और कष्ट जो उठाने वाला और पुनरुत्थान होगा, इस बातों में पत्रोस को सहमत नहीं था. पत्रोस को ये समझ नहीं आया करके उसके उत्तर से हम देखते हैं. ഓക്കെ, ഇത്രയും പറയാൻ കാരണം, അതായത് നാം ഈ അന്ത്യകാലത്ത് എത്തി നിൽക്കുമ്പോൾ, അതായത് കർത്താവിന്റെ ഈ ക്രൂശ് മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും സവിശേഷത അനേകരുടെയും ഉള്ളങ്ങളിൽ നിന്ന് മറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. मैं इतना कहने का मकसद ये है कि आज अभी अंतिम समय में जो आ पहुंचे हैं, वो लोगों के बीच में प्रभु यीशु मसीह का मृत्यु और उनका पुनरुत्थान का जो खासियत है वो पूरी तरीके से निकल पड़ी है. ഓക്കെ, ഒരു കാര്യം ഇങ്ങനെയാണ്,
ഇതിന്റെ ഒരു നിഴൽ ഇങ്ങനെയാണ്. ഉത്തമഗീതം 8-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. श्रेष्ठ गीत 8 का 8 में इसका एक परछाई हम देखते हैं. हमारी एक छोटी बहन है जिसकी छातियां अभी नहीं उभरी. जिस दिन हमारी बहन को ब्याह की बात लगे उस दिन हम उसके लिए क्या करें? ഓക്കെ, അപ്പോൾ ഇളയ സഹോദരിയെ കുറിച്ചുള്ളതായ ഭാരമാണ് ഇവിടെ കാണുന്നത്. इधर एक छोटी बहन के विषय में बहुत बड़ा भार इधर कहता है. അവളുടെ വിവാഹത്തെ കുറിച്ചുള്ള ചിന്തയാണ്. और उनके ब्याह के विषय में एक सोच है इधर. പക്ഷേ അവൾക്ക് ശാരീരികമായി വേണ്ടത്ര യോഗ്യതയില്ല. लेकिन जो शरीर में जो योग्यता होना चाहिए वो नहीं दिखा. അപ്പോൾ ഇതുപോലെ ഇത് കാണിക്കുന്നത് അന്ത്യകാലത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മണവാളനായി വരാൻ പോവുകയാണ്. ये दिखाता है कि हम अंतिम समय में हमारा प्रभु यीशु मसीह जो है वो एक दुल्हा के समान आने वाला है. അപ്പോൾ ഈ കർത്താവിന്റെ വരവിങ്കൽ അനേകരുടെയും സ്നേഹവും വിശ്വാസവും തണുത്തു പോകുമെന്ന് ദൈവവചനം നമ്മളെ പലയിടത്തും ഉത്ബോധിപ്പിക്കുന്നുണ്ട്. और जैसे जैसे उनके आगमन नजदीक होता है तब तक जो लोगों का जो प्रेम है और विश्वास है बहुत ठंडा हो जाता है करके हम देखते हैं. ഈ സ്ത്രീയെ കുറിച്ച് ഇവിടെ പറയുന്ന കാര്യം 2 തിമോത്തിയോസ് 1:4 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. दूसरा तिमोथी 1:4 जब हम अच्छी तरीके से पढ़ेंगे तभी ये स्त्री का क्या विशेषता है करके हम इधर देखते हैं. എന്താണ് അവൾക്കുള്ള കുറവെന്ന് നമുക്ക് മനസ്സിലാകും. और इधर क्या कमियां है करके इस स्त्री में हम देखते हैं. इधर 1:4 में जब അതായത് കർത്താവിന്റെ വരവ് അടുത്തിരിക്കുമ്പോൾ അനേകരിലും കുറവ് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ഈ വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. तो जो बहुत सारे लोगों में क्या क्या कमियां आती है जब उनके आगमन नजदीक होता है तो ये वचन पढ़ने से हमें समझ आता है. 2 തിമോത്തിയോസ് 1:4 നമുക്ക് വായിക്കാം. 1:4 पढ़े. और तेरे आंसुओं की सुधि कर कर के रात दिन तुझसे भेंट करने की लालसा रखता हूँ कि आनंद से भर जाओ. വേറൊരു ഭാഗത്ത് വിശ്വാസത്തോടുകൂടെ വ്യാപരിക്കുന്ന സ്നേഹം എന്നുള്ളൊരു പ്രയോഗമുണ്ട്. विश्वास के द्वारा पूरी तरीके से फैलने वाला प्रेम के विषय में एक दूसरे അതിങ്ങനെയാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. गलती का पुस्तक उसका 5वां अध्याय 5वां वचन हम पढ़ेंगे. അവിടെ ഇങ്ങനെ പറയുന്നത്, ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. वचन 5 पढ़े. और मसीह यीशु में न खतना रहित कुछ काम का है परंतु केवल जो प्रेम के द्वारा प्रभाव करता है. അപ്പോൾ അന്ത്യകാലത്ത് വേണ്ടവണ്ണം വിശ്വാസവും സ്നേഹവും ഇല്ലാത്തവർ അവരുടെ നിഴലാണ് ഉത്തമഗീതത്തിൽ പറയുന്ന 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്ന ആ സ്ത്രീയുടെ അവസ്ഥയും. और जो अंतिम समय में जो लोगों का प्यार जो है वो ठंडा हो जाता है इसका कारण जो है वो परछाई के रूप में हम देखते हैं कि श्रेष्ठ गीत के 8 में हम देख. നാം നമ്മുടെ മണവാളനായ കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിച്ച് കഴിയുന്നവരാണ്. और हमारा നമ്മുടെ മണവാളനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ പ്രതീക്ഷിച്ച് കഴിയുന്നവരാണ്. हमारा प्रभु यीशु मसीह जो हमारा दुल्हा है उनका हम वाट जोत रहे हैं. ഓക്കെ, ഈ സ്നേഹവും വിശ്വാസവും എങ്ങനെയായിരുന്നുവെന്ന് ഫിലമോന്റെ ലേഖനം 4-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. और ये प्रेम और विश्वास किस तरीके का है करके हम फिलमोन का पुस्तक पढ़ते वक्त हमें समझ आता है. ഇങ്ങനെയാണ് ഫിലമോന്റെ ലേഖനം 4-ാം വാക്യത്തിൽ കാണുന്നത്, കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന് എന്ന് പ്രാർത്ഥിക്കുന്നു. वचन 4 और 5 पढ़े. मैं तेरे उस प्रेम और विश्वास की चर्चा सुनकर जो सब पवित्र लोगों के साथ और प्रभु यीशु पर है सदा परमेश्वर का धन्यवाद करता हूँ
और अपनी प्रार्थनाओं में भी तुझे स्मरण करता हूँ. ഓക്കെ, അപ്പോൾ ഈ അന്ത്യകാലത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യത്തെക്കുറിച്ച് പുതിയ നിയമ ലേഖനങ്ങൾ നമ്മെ ഉണർത്തിക്കുന്നുണ്ട്. और नए नियम का लेखा जो आने वाली बातों का जो घटना होने वाली है वो बहुत स्पष्ट रीति से वो दिखाता है. യെശയ്യാവ് ഇതിനെക്കുറിച്ച് ഒരിടത്ത് പ്രവചിച്ചിട്ടുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 29 അധ്യായത്തിന്റെ 13 വാക്യം. यशायाह जो भविष्यवक्ता है इसके बारे में भविष्यवाणी दिया है, उसका 29वां अध्याय उसका 13वां वचन हम पढ़ते हैं. ഇങ്ങനെയാണ് അത് പറയുന്നത്. ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്തെ അകറ്റി വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷ്യ കൽപ്പനയത്രേ. वचन 13 पढ़े. और प्रभु ने कहा, ये लोग जो मुंह से मेरा आदर करते हुए समीप आते परंतु अपना मन मुझसे दूर रखते हैं और जो केवल मनुष्यों की आज्ञा सुनकर मेरा भय मानते हैं. അപ്പോൾ ഏത് കാലത്തും ദൈവജനത്തിന് ഇങ്ങനെയുള്ള അപകടം വന്ന് സംഭവിക്കാം. और कभी भी कोई भी काल में जीने वाला भक्तों को इस तरीके का खतरा आ सकता है. അത് പഴയ നിയമത്തിലും സംഭവിച്ചിട്ടുണ്ട്, പുതിയ നിയമത്തിലും സംഭവിക്കുന്നുണ്ട്, ഇനി സംഭവിച്ചുകൊണ്ടും ഇരിക്കും. और पुराने नियम में इस तरीके का खतरा हुआ है और नए नियम में हो रही है और आने वाले समयों में होगी. ഓക്കെ, ഇത് എങ്ങനെയാണെന്ന് നമുക്ക് വിശദീകരിക്കാനായി അത് ഒന്ന് വിശദമാക്കുവാനായി പഴയ നിയമത്തിലെ ഒരു നിഴല് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. इसके बारे में अधिक हमें समझ आने के लिए एक पुराने नियम में परछाई मैं दिखाना चाहता हूँ. ഓക്കെ, അതിങ്ങനെയാണ്. ലേവ്യ പുസ്തകം 7 അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ. लेवी का पुस्तक उसका 7वां अध्याय उसके 12वां वचन से जब हम पढ़ेंगे, യഹോവയ്ക്ക് അർപ്പിക്കുന്ന സമാധാന യാഗത്തിന്റെ പ്രമാണമാവിത്. അതിനെ സ്തോത്രമായി അർപ്പിക്കുന്നുവെങ്കിൽ അവൻ സ്തോത്രയാഗത്തോടു കൂടെ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളും ക്ഷമിക്കണം, അതിന്റെ 15 വാക്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലേവ്യ പുസ്തകം 7 അധ്യായത്തിന്റെ 15 വാക്യം. 7:15 है. എന്നാൽ സ്തോത്രമായുള്ള സമാധാനയാഗത്തിന്റെ മാംസം അർപ്പിക്കുന്ന ദിവസത്തിൽ തന്നെ തിന്നേണം, അതിലൊട്ടും പ്രഭാതം വരെ ശേഷിപ്പിക്കരുത്. वचन 15 पढ़े. और उस धन्यवाद वाले मेल बलि का मांस बलिदान चढ़ाने के दिन ही खाया जाए, उसमें से कुछ भी भोर तक शेष न रह जाए. അപ്പോൾ സ്തോത്രമായി അർപ്പിക്കുന്ന സമാധാന യാഗത്തിന്റെ മാംസം അന്ന് തന്നെ ഭക്ഷിക്കണമെന്നാണ്. और धन्यवाद वाले मेमबलि का मांस बलिदान चढ़ाने के दिन ही खाया जाना चाहिए करके वचन कहता है. ഓക്കെ, ഇനി 17 വാക്യത്തിൽ അതിൽ ശേഷിപ്പുള്ളത് പിറ്റേന്നാളും തിന്നാം. യാഗമാംസത്തിൽ 3-ാം ദിവസം വരെ ശേഷിക്കുന്നത് തീയിലിട്ട് ചുട്ടുകളയണം. और अगर रह जाता है वो बलिदान से तो अगले दिन तुम खा सकते हो, परंतु जो कुछ बलिदान के मांस से तीसरे दिन तक रह जाए वह आगे में चला दिया जाए. 18 വാക്യം, സമാധാന യാഗത്തിന്റെ മാംസത്തിൽ ഏതാനും 3-ാം ദിവസം തിന്നാൽ അത് പ്രസാദകരമായിരിക്കുകയില്ല, അർപ്പിക്കുന്നവന് കണക്കിടുകയുമില്ല, അത് അറപ്പായിരിക്കും. वचन 18 पढ़े. और उसके मेल बलि के मांस में से यदि कुछ भी तीसरे दिन खाया जाए तो वह ग्रहण न किया जाएगा और न पुण्य में गिना जाएगा, वह घृणित कर्म समझा जाएगा और जो कोई उसमें से खाए उसका धर्म उसी के सिर पर पड़ेगा. ഇവിടെ അർപ്പിക്കുന്ന യാഗവും അതിനായിട്ട് അർപ്പിക്കുന്ന സ്തോത്രവും തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത്. तो अर्पित करने वाला जो बलि है और जो धन्यवाद का रिश्ता, ये दोनों बात इधर बताता है. ഇത് തമ്മിൽ അകൽച്ച ഉണ്ടായിരിക്കരുതെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. और ये दोनों बातों के बीच में कोई भी अलगवाही नहीं होना चाहिए. അപ്പോൾ നാം എപ്പോഴും ക്രിസ്തുവിന്റെ മരണത്തെ
അവന്റെ മരണപുനരുത്ഥാനത്തെ അതിന്റെ പുതുമയോടെ തന്നെ കാണുകയും വിശ്വസിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നവരായിരിക്കും. प्रभु यीशु मसीह का जो मृत्यु और पुनरुत्थान का जो बात है, उसके नयापन में ही हमें वो उसका आनंद उठाना है, उसका विश्वास करना है और उस पर കാരണം പ്രൈസ് ദി ലോർഡ്. അത് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം ഇങ്ങനെ കാണുന്നുണ്ട്. प्रकाशित वाक्य 5वां अध्याय, അവിടെ 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം 5 का 6 हम पढ़ते हैं. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു എന്ന് വായിക്കുന്നു. 5 का 6 पढ़े. और मैंने उस सिंहासन और चारों प्राणियों और उन प्राचीनों के बीच में मानो एक वध किया हुआ मेमना खड़ा देखा. അപ്പോൾ ക്രിസ്തുവിന്റെ മരണം അത് എപ്പോഴും ഒരു വിശ്വാസിയുടെ മുൻപിൽ അത് പുതുമയോടെ നിലകൊള്ളുന്നതായിരിക്കണം. അവൻ അങ്ങനെ തന്നെ കാണണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. परमेश्वर का ये आग्रह है कि मेमना का ये जो वध किया गया अवस्था जो है वो विश्वासियों के आंखों के सामने हमेशा नया दिखना चाहिए, हमेशा तंदुरुस्त होना चाहिए. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അവൻ ദൈവത്തെ സ്തുതിക്കേണ്ടത്. उसके नींव पर होना चाहिए उसका आराधना और स्तुति. പഴയ നിയമത്തിലെ ഒരു ഭക്തൻ അവൻ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ അവൻ യാഗപീഠത്തെ ആദ്യമായി സന്ദർശിക്കണമെന്നാണ് ദൈവം വെച്ചിട്ടുള്ള വ്യവസ്ഥ. और परमेश्वर का ये व्यवस्था है कि जब भी एक व्यक्ति परमेश्वर का नजदीक आए तो पहला वो वेदी के ऊपर दर्शन करे, ये उनका पहला व्यवस्था था. അവനെ സമാഗമന കൂടാരത്തിൽ ഒരു ലേവ്യനോ ഒരു പുരോഹിതനോ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയും യാഗപീഠത്തിൽ നിന്ന് വേണം ആരംഭിക്കുവാൻ. तो मेल मिलाप के तंबू में कोई भी एक सेविका जो करते हैं, या ही वो यहूदी हो जाए या ही वो एक याजक हो जाए, जो भी सेविका जो है वो पहला वेदी से शुरुआत होना चाहिए. അപ്പൊ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ പുനരുത്ഥാനത്തിന് മുൻപേ പുനരുത്ഥാനമായിരുന്നവനാണ്. और हमारा प्रभु यीशु मसीह पुनरुत्थान होने से पहले ही वो पुनरुत्थान है करके वो कहता है. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. കർത്താവ് പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ പക്കലുണ്ട് എന്ന്. वचन 18 पढ़े. मैं मर गया था और अब देख मैं युगानुयुग जीविता हूँ और मृत्यु और अधोलोक की कुंजियां मेरे ही पास है. അപ്പോൾ യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ അവന്റെ മരണ പുനരുത്ഥാനം പ്രകടമായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. तो यीशु मसीह का जो मृत्यु और जो पुनरुत्थान जो है एक विश्वासी के विषय में, वो हमेशा हमेशा वो उनके उपस्थिति में वो प्रकट होना चाहिए. യേശു കർത്താവിന്റെ സ്നാന സമയത്ത് പിതാവ് അതെ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തതിന്റെ പ്രത്യേകത ഇതാണ്. और उनके बपतिस्मा में उन्होंने जिसे कहा कि ये मेरा प्रिय पुत्र है जिसमें मैं अत्यंत प्रसन्न हूँ, कहने का मतलब के पीछे जो अर्थ है वो यही है. ഓക്കേ, പ്രൈസ് ദി ലോർഡ്. അതായത് ഈ ക്രിസ്തുവിന്റെ മരണം ആരുടെയെല്ലാം ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുവോ അല്ലെങ്കിൽ സ്വാധീനമുണ്ടോ അവരിലൂടെയാണ് പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിന്റെ മഹത്വവും വെളിപ്പെടുന്നത്. जो जो व्यक्तियों में ये प्रभु यीशु मसीह का मृत्यु का प्रभाव होता है, वो सारे व्यक्तियों में उनका पुनरुत्थान का भी प्रभाव होता है. ഈ അന്ത്യകാലത്ത് നാം ഇതിനോട് ചേർന്ന് തന്നെ പോകണം. നമ്മുടെ ജീവിതം ഇതിൽ നിന്ന് അകന്നു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. और अंतिम समय में ये जो जीवन है वो जीवन के साथ ही हमें जुड़कर रहना है, इससे हमें दूर नहीं होना है करके हम देखते हैं. ഓക്കെ, ഇതിന്റെ ഒരു നിഴലുകൂടെ ഞാൻ നിങ്ങളുടെ മുൻപാകെ വെക്കാൻ ആഗ്രഹിക്കുന്നു. അത്
एक और परछाई में तुम्हारे सामने मैं रखना चाहता हूँ. അത് ഉത്തമഗീതം 1-ാം അധ്യായത്തിൽ നിന്നാണ്. वो श्रेष्ठ गीत उसका पहला अध्याय से हम देखते हैं. അവിടെ എൻഗതിയിലെ മുന്തിരിത്തോട്ടത്തെ കുറിച്ചും മൈലാഞ്ചിപ്പൂവിനെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. അതായത് ഉത്തമഗീതം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം, 14-ാം വാക്യം. 13 पढ़े. 14 नहीं, 14. मेरा प्रेमी मेरे लिए लोबान की थैली के समान है, जो मेरे छातियों के बीच में पड़ी रहती है. ओके, वचन 14-ാം വാക്യം, എന്റെ പ്രിയൻ എനിക്ക് എൻഗതി മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കുല പോലെ ഇരിക്കുന്നു എന്ന് വായിക്കുന്നു. वचन 14. मेरा प्रेमी मेरे लिए मेहंदी के फूलों के गुच्छे के समान है, जो एनगदी के दाग की बारियों में होता है. ഓക്കെ, ഇവിടെ 13-ാം വാക്യത്തിലും 14-ാം വാക്യത്തിലും ഇവിടുത്തെ പ്രിയ തന്റെ പ്രിയനെ കുറിച്ച് പ്രശംസിക്കുകയാണ്. तो इधर 13 और 14 वाक्य में ये प्रिय के विषय में ये जो स्त्री जो है वो बहुत ही अभिमानी है. ഇത് ക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും പ്രവർത്തിക്കുന്ന വിധങ്ങളെ കുറിച്ചാണ് പറയുന്നത്. और उनका वो मृत्यु का और पुनरुत्थान के विषय किस प्रकार कार्य करता है वो ये दो बात बताता है. 13-ാം വാക്യം ക്രിസ്തുവിന്റെ മരണം പ്രവർത്തിക്കുന്ന വിധവും അതിന്റെ ഫലമായി 14-ാം വാക്യത്തില് പുനരുത്ഥാനവും വെളിപ്പെടുന്ന കാര്യമാണ്. और 13वां वाक्य में हम जिसे पढ़ते हैं तो वो मृत्यु को दिखाता है, और वैसे ही 14वां वाक्य जो है वो उसका पुनरुत्थान को दिखाता है. ഓക്കെ, നമുക്കറിയാം എൻഗതി എന്ന് പറഞ്ഞാല് കുഞ്ഞാടിന്റെ ഉറവ എന്നാണ് ഇതിന്റെ അർത്ഥം. और एनगदी करके शब्द का मतलब मेमने का वो श्रोता है. ഓക്കെ, അപ്പോ ഇത് ഈ സ്ഥലം എൻഗതി എന്ന് പറഞ്ഞ സ്ഥലം ദാവീദ് പലപ്പോഴും ശൗലിനെ പേടിച്ചു പോയി ഒളിച്ചു താമസിച്ചിരുന്ന സ്ഥലമാണ്. और ये एनगदी करके जो जगह है, ये जो दाऊद जो है वो शाऊल से डर कर ये एनगदी करके जगह पर आकर छुपता था. അതെ, മരുഭൂമിയില് ചിലയിടങ്ങളിൽ ഉള്ളതായ മരുപ്പച്ച അതിന് ഒയാസിസ് എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു എൻഗതി. तो एनगदी कुछ इस प्रकार का जगह है जो हरा भरा जो झाड़ है वो ज्यादा दिखने वाली, और उस प्रकार का जो वातावरण है वो ज्यादा इस जगह पर पाया जाता था. അത് മരുഭൂമിയായിരുന്നു ചുറ്റുപാടുമുള്ള സ്ഥലം മുഴുവനും. लेकिन उसके आजू बाजू में अगर देखा जाए तो पूरी तरीके से वो मरुभूमि था. ഏതാണ്ട് 3500 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു എൻഗതി എന്ന് പറയുന്ന സ്ഥലം. तो 3500 एकड़ भूमि था ये एनगदी करके नामक जगह. അവിടെ 1 ശമൂവേലിന്റെ പുസ്തകം 23-ാം അധ്യായത്തിലാണ് ഇതിന്റെ ഒരു സംഭവം നടക്കുന്നത്. और पहला शमूएल उसका 23वां अध्याय में इसका एक संभव हम देखते हैं. അവിടെ ശൗലിനെ ഭയന്ന് ദാവീദ് എൻഗദിയിലുള്ള ഒരു ഗുഹയിൽ വന്ന് താമസിക്കുന്നു. इधर शाऊल को डर कर दाऊद एनगदी करके जगह पर आकर छुपता है. ശൗലും ദാവീദിനെ അന്വേഷിച്ച് ഇതേ സ്ഥലത്ത് എത്തുകയാണ്. और शाऊल जो है वो दाऊद को खोजकर यही जगह पर आ रहा है. അങ്ങനെ 23-ാം വാക്യത്തിൽ ശൗല് കാൽമടക്കത്തിന് ദാവീദ് താമസിച്ചിരുന്ന ഗുഹയിൽ തന്നെ എത്തിച്ചേരുന്നു. और शाऊल जो है जिधर दाऊद जिधर छुप रहा था वही जगह पर आता है करके हम देखते हैं. ഈ സമയത്താണ് മറ്റുള്ളവര് പറയുകയാണ്, ദാവീദിനോട് പറഞ്ഞു, നിന്റെ ശത്രുവിനെ ഇതാ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. तो उस समय में वो लोग कहने लगे कि देखो परमेश्वर ने तुम्हारे शत्रु को तुम्हारे हाथों में डाल दिया है. എന്നാൽ ഈ സമയത്ത് ദാവീദ് ശൗലിന്റെ ഒരു വസ്ത്രത്തിന്റെ അഗ്രം മാത്രം മുറിച്ചെടുത്തു. तो उस समय में दाऊद ने शाऊल का
एक कपड़े का थोड़ा सा भाग जो है वो फाड़ कर ले लिया। തന്റെ ശത്രുവിനോട് പ്രതികാരം ചെയ്യാത്ത ദാവീദിനെയാണ് നാം ഇവിടെ കാണുന്നത്. और उनके दाऊद जो है उनके शत्रु से व्यवहार नहीं करता, शत्रु मनोभावना से इस प्रकार का एक व्यक्ति बन चुका था ये दाऊद हम देखते हैं। അപ്പോൾ ശത്രുവിനെ രഹസ്യമായിട്ട് കൊന്നുകളയാൻ അവസരമുണ്ടായിട്ടും വെറുതെ വിടുന്ന അനുഭവം. और शत्रु को जो है वो बहुत ही रहस्य में भी उनको मार देने का एक मौका मिलने के बावजूद वो नहीं मारना, इस तरह का मनोभावना। ഇതാണ് പുനരുത്ഥാനം വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ. और ये है पुनरुत्थान प्रकट होना, इसका मतलब ഇതെവിടെയാണ്? യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത സ്ഥലത്ത്. और ये किधर हो रहा है जिधर कोई भी आशा नहीं है. ഓക്കെ, ഇങ്ങനെ പുനരുത്ഥാന യാതൊരു പ്രതീക്ഷയുമില്ലാത്ത സ്ഥാനത്ത് പ്രതികൂല പരിതസ്ഥിതിയിൽ നമ്മുടെ ജീവിതത്തിലൂടെ പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു വെളിപ്പെടണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. और कोई भी आशा नहीं है उस परिस्थिति में प्रभु यीशु मसीह का पुनरुत्थान जो है वो प्रकट हो जाए, ये परमेश्वर का इच्छा है. അപ്പോൾ എൻഗതി കാണിക്കുന്നത് അവിടെ മരുഭൂമിയാണ്. और മരുഭൂമിയില് മുന്തിരിത്തോട്ടമില്ല, എന്നാൽ മരുഭൂമിയിലാണ് ഇവിടെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പറയുന്നത്. മുന്തിരിത്തോട്ടത്തില് മൈലാഞ്ചി പൂക്കുലയും കാണാൻ കഴിയത്തില്ല. അപ്പോൾ നോക്കണം, ഇത് രണ്ടും അപ്രതീക്ഷിതം, പ്രതീക്ഷിക്കുന്ന സ്ഥലത്തല്ല ഇത് കാണുന്നത്. और हम देखे जैसे कि श्रेष्ठ गीत में जैसे देखे थे मेहंदी के फूले के गुच्छे के समान जो हम देखे, वो शब्दों को जो है वो सब एनगदी जो भाग है उधर एक्चुअली दिखना नहीं चाहिए, क्योंकि उसका जो आजू बाजू जो है वो एक मरुभूमि का अवस्था है, लेकिन ये जगह पर ये बातें दिखती है. ഓക്കെ, അപ്പോൾ ഇത് കാണിക്കുന്നത് അന്ത്യകാലത്ത് ദൈവജനത്തിലൂടെ വെളിപ്പെടേണ്ട കാര്യമാണ്. ये क्या दिखाता है? ये अंतिम समय में ये परमेश्वर के लोगों के बीच में से कुछ बातें प्रकट होती है, उस बातों को दिखाता है. അതായത് മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ നമ്മിൽ പുനരുത്ഥാനം ചെയ്തവനായ ക്രിസ്തു ജീവിക്കുന്നു എന്ന് മറ്റുള്ളവർ അറിയണം. तो हम जब भी दूसरे से जब भी व्यवहार करते हैं तभी जो पुनरुत्थान जो प्रभु यीशु मसीह है वो प्रकट होना चाहिए हमारे द्वारा. Praise the Lord. പക്ഷേ ഇതിനൊരു കാര്യം സംഭവിക്കണം. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ക്രിസ്തുവിന്റെ പുനരുത്ഥാനവും വെളിപ്പെടുകയുള്ളൂ. लेकिन इसका कारण यह है कि क्रूस पे चढ़ाया हुआ प्रभु यीशु मसीह का जो कार्य है वो पूरी तरीके से हमारे द्वारा वो प्रकट होना जरूरी है. ഓക്കെ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. और प्रभु का वचन ये कहता है जब भी तुम प्रभु यीशु मसीह का ये दुख और कष्ट के साथ जब भी तुम एक हो जाते हो तभी तुम और भी खुशी मनाओ. ഓക്കെ, അപ്പോ കഷ്ടങ്ങളെ വിട്ട് ഒളിച്ചോടുന്നവരല്ല ദൈവത്തിന്റെ ജനം. और कष्ट को देखकर हम भागने वाले लोग नहीं हैं प्रभु के लोग. കഷ്ടങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമല്ല. और कष्ट हटाए ये प्रार्थना करने वाले लोग नहीं. പിന്നെയോ അതിൽ നിലനിൽപ്പാനുള്ള കൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. लेकिन ऐसे परिस्थिति में भी इसको सहने का जो अनुग्रह है वो अनुग्रह पर निर्भर करने वाले कुछ लोग. എന്ത് കൃപ? അതായത് അവിടെയും ദൈവ ഇഷ്ടത്തിൽ മാത്രം നിലകൊള്ളേണ്ടതിനുള്ള കൃപ. और क्या अनुग्रह है? वो इस प्रकार का अनुग्रह कि वो सिर्फ और सिर्फ वो परिस्थिति में उस पर निर्भर रहने का एक अवस्था. അവിടെയാണ് നാം ക്രൂസിൽ നമുക്കായി അർപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെ ധ്യാനിക്കേണ്ടത്. और वहां है हमें जो क्रूस पर चढ़ाया हुआ प्रभु यीशु मसीह पर हमें ध्यान रखना है. അവൻ ക്രൂസിലായിരുന്നപ്പോൾ അവനെ അനേകർ പരിഹസിച്ചു. तो जब भी वो क्रूस पर था तभी बहुत सारे लोग उनका ठट्टा उड़ाए. നീ ക്രിസ്തു അല്ലേ, എന്നാൽ ഇപ്പോൾ നീ ക്രിസ്തുവാണെന്ന് നീ വെളിപ്പെടുത്തപ്പോൾ ഞങ്ങളും വിശ്വസിക്കാമെന്ന് പറഞ്ഞു. देखो तू मसीह है करके तू कहता है तो मसीह है, तो कुछ बातें हमारे लिए कर ताकि हम भी विश्वास करें. അങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ
ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിച്ചവനാണ് നമ്മുടെ കർത്താവ്. और हमारा प्रभु यीशु मसीह ठट्ठा उड़ाने वालों को भी उत्तर न देते हुए जो भी उनका व्यवहार था, जो धार्मिक परमेश्वर के हाथों में वो सौंपा. Praise the Lord. അപ്പോൾ ഇങ്ങനെയുള്ളവരിലാണ് പ്രതികൂല പരിതസ്ഥിതിയിലും നമ്മിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് മറ്റുള്ളവർ അറിയുവാൻ കാരണമാകും. और ऐसे परिस्थिति में भी जो हमारे खिलाफ उठता है, उस परिस्थिति में भी प्रभु यीशु मसीह जीवित है करके इस प्रकार का जो अनुभव है वो दूसरे लोग जो है हमारे द्वारा देखते हैं. ഓക്കെ, പഴയ നിയമത്തിലും സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവമേ, അതായത് 119 സങ്കീർത്തനത്തിന്റെ 70 വാക്യം. 119 भजन संगीता उसका 70 वचन 70 हम देखते हैं. അവിടെ ഇങ്ങനെയാണ്, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഏറെ ഗുണമായി. ഞാൻ ആ വാക്യം വായിക്കാം. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി എന്ന് സങ്കീർത്തനക്കാരൻ പാടുന്നു. इधर वचन 71 पढ़े. मुझे जो दुख हुआ है वो मेरे लिए भला ही हुआ है, जिसे मैं तेरे विधियों को मैं सीख सकूं. ഓക്കെ, അപ്പോൾ 70 വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു, ഞാനോ നിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. और वचन 70 में हम देखते हैं उनका मन मोटा हो गया है, परंतु मैं तेरी व्यवस्था के कारण सुखी हूँ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ദൈവം ഒരുക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവജനം സന്തുഷ്ടിയുള്ളവരായിരിക്കും. तो ऐसे परमेश्वर ने तैयार किया हुआ परिस्थिति में परमेश्वर के जो लोग हैं वो पूरी तरीके से संतुष्टि होना चाहिए. എന്നാല് എന്നുവെച്ചാൽ അവൻ എപ്പോഴും ദൈവവചനത്തിലായിരിക്കും അവൻ സന്തോഷിക്കുന്നത്. क्योंकि वे लोगों का खुशी जो है सिर्फ और सिर्फ केवल प्रभु यीशु मसीह के वचन में ही होगा. ദൈവ ഇഷ്ടം നിറവേറ്റുന്നതിലായിരിക്കും അവന് ആനന്ദം. और उनका आग्रह जो है वो पूरा करने में होगा उनका सच्चा आनंद. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെ ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അവസരമുള്ളവരാണ് പുതിയ നിയമ വിശ്വാസികൾ. और एक नए नियम के विश्वासी वो लोग हैं जो प्रभु यीशु मसीह का मृत्यु और पुनरुत्थान का जो बातें हैं वो प्रकट होने का एक मौका है. ഇങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമാണ് നാം. और इस प्रकार का आशीषित लोग हैं हम. നാം മരിച്ചാൽ പോലും നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പോലും പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. हम मरने के बाद भी जो हमारा जो शरीर है उसका क्या अवस्था होगा, क्या हाल होगा करके हम 1 कोरिन्थी उसका 15वां अध्याय में पढ़ते हैं. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ മരണത്തിൽ ദുഃഖിക്കുന്നവരല്ല. हम मृत्यु में हम डरने वाले लोग नहीं. ഇനിയോ നമ്മുടെ ശരീരം അത് ഒരുവനെ മരിച്ച് അടക്കുന്നത് അതൊരു വിത പോലെയാണെന്നാ, വിത്ത് വിതയ്ക്കുന്നത് പോലെയാണെന്നാ പറയുന്നത്. और हम देखते हैं एक व्यक्ति को ഒരു വ്യക്തി അടക്കുന്നത് അല്ലെങ്കിൽ ശവക്കുഴിയിൽ ഒരാളെ വയ്ക്കുന്നത് ഒരു വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ്. ओके, एक शरीर जब एक व्यक्ति को जब कब्र में रखता है वो एक प्रकार का एक जो बीज है वो भूमि में बोया हुआ के समान. ഓക്കെ, ഒരു വിത്ത് കുഴിച്ചിട്ടാൽ അതിൽ നിന്ന് ഒരു സസ്യം മുളച്ചു വരുന്നതായിട്ട് കാണാൻ കഴിയും. और जब भी एक बीज जो है वो जब बोया जाता है तभी एक दूसरा एक जो फलवंत जो फल होता है जो उत्पन्न होता है, एक दूसरा एक जीवन के बारे में हम देखते हैं. അതുപോലെ വിശ്വാസിയുടെ ശരീരവും ത്യജസ്കരിക്കപ്പെടും എന്നുള്ളതാണ് ദൈവമക്കളുടെ പ്രത്യാശ. और प्रभु लोगों का ये बहुत बड़ा आशा है कि हमारे मृत्यु के बाद भी हम जो बोए गए हैं वो पुनरुत्थान प्राप्त करेंगे. वो जो शरीर जो है वो अविनाशी शरीर होने वाला है. Praise the Lord. ഇവിടെ അതിനെക്കുറിച്ച് അനേക വാക്യങ്ങളുണ്ട്. 42 വാക്യം ഇങ്ങനെയാണ്, മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ,
ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. Praise the Lord. और हम 42-43 में पढ़ते हैं, मुर्दों का जी उठना भी ऐसा ही है, शरीर नाशवान दशा में बोया जाता है और अविनाशी रूप में जी उठता है। वह अनादर के साथ बोया जाता है और तेज के साथ जी उठता है, निर्बलता के साथ बोया जाता है और सामर्थ के साथ जी उठता है। Praise the Lord. അപ്പോൾ ഇതാണ് ഒരു വിശ്വാസിയുടെ കഷ്ടതയിലും അവനെ സന്തോഷിക്കുവാൻ കഴിയുന്നത്. और यही बात है, विश्वासी के दुख और कष्ट में भी वो खुशी मना सकता है। പൗലോസ് ഒരിക്കല് അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ, दूसरा कोरिन्थी उसका पहला अध्याय उसका 9वां वचन में प्रेरित पौल यूं कहता है, അതായത് 8ഉം 9ഉം വാക്യം ചേർത്ത് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് വായിക്കാം ഇങ്ങനെയാണ്: സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. 8 और 9 जब पढ़ते वक्त, हे भाइयों, हम नहीं चाहते कि तुम हमारे उस क्लेश से अनजान रहो जो आसिया में हम पर पड़ा, कि ऐसे भारी बोझ से दब गए थे जो हमारी सामर्थ से बाहर था, यहाँ तक कि हम जीवन में भी हाथ धो बैठे थे। वरन हमने अपने मन में समझ लिया था कि हम पर मृत्यु की आज्ञा हो चुकी है, कि हम अपना भरोसे न रखे वरन परमेश्वर का जो मरे हुओं का जिलाता है। എത്ര ശ്രേഷ്ഠകരമാണ് ഒരു ദൈവ പൈതലിന്റെ ജീവിതം. कितना श्रेष्ठ है प्रियो एक परमेश्वर के बच्चों का एक जीवन. അപ്പോൾ കഷ്ടതയും മരണതുല്യമായ അനുഭവങ്ങൾ പോലും വന്നാലും അതെല്ലാം അതെ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ അനുഭവിപ്പാൻ കാരണമായി തീരുന്നതാണ്. अगर कष्ट भी ऐसा हो जाए जो हमारा मृत्यु का अवस्था आ पहुंचता है, मृत्यु का वही समानता में हो, तो भी वो पुनरुत्थान का जो आशीष है वो हमें अनुभव करने के लिए इस प्रकार का अनुभव प्रभु देता है. നാം എത്ര ഭാഗ്യമേറിയവരാണ്. हम कितने भाग्य लोग हैं. ദൈവം നമ്മെ സഹായിക്കട്ടെ. प्रभु हमारा നമുക്ക് ഇന്ന് കേട്ട വചനം നമ്മുടെ ജീവിതത്തില് നമുക്ക് മാത്രമല്ല മറ്റുള്ളവരെ കുറിച്ച് കരുതലുള്ള ഒരു ക്രിസ്ത്യൻ ജീവിതം നയിപ്പാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. सिर्फ हमारे विषय में नहीं, बाकी लोगों के विषय में भी वे लोग भी बहुत संभाले हुए एक मसीह जीवन बिता पाए. നാം ഇത്രയും സമയം കേട്ടത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം എപ്പോഴും വരുവാനുള്ള തലമുറയെ കുറിച്ചും കരുതലുള്ളവനായിരുന്നു. तो पुराने नियम में और नए नियम में भी हमने इतना समय जो सुना है वो आने वाले पीढ़ियों को प्रभु कुछ बातें संभाले रखा है. ഇതുപോലെ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് പോലെ നാം വായിച്ചല്ലോ 71-ാം സങ്കീർത്തനത്തില് ദൈവമേ വരുന്ന തലമുറയെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന. हमने भजन संगीता 71 में भी पढ़ा, आने वाली पीढ़ियों के लिए भी जो प्रार्थना जो उधर कर रहा है उस विषय में हम पढ़े. നമുക്ക് ഈ അന്ത്യകാലത്ത് വിശ്വാസവും സ്നേഹവും അതെ നഷ്ടപ്പെട്ടു പോകാതെ ചോർന്നു പോകാമെന്ന സാഹചര്യങ്ങളിൽ നിലകൊള്ളുവാൻ കർത്താവിന്റെ മരണ പുനരുത്ഥാനം നമ്മെ ശക്തീകരിക്കട്ടെ. और ये अंतिम समय में हमारा आशा और प्रेम जो है वो ठंडा हो सकता है, लेकिन वो ठंडा ना होने के लिए प्रभु यीशु मसीह का मृत्यु और पुनरुत्थान हमें वो सामर्थ पर लेकर आए. प्रिय പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഏവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. प्रभु हम सबको बलवान करे.